ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ കുട്ടികളെ, വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾക്ക് കണ്ടുമുട്ടാൻ ഇടവരുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണല്ലേ. എൻ്റെ ഒപ്പം നിങ്ങളുമുണ്ട്. ആദ്യമായി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം തീഷ്ണതയോടുകൂടി നിങ്ങൾ വചനങ്ങൾ പഠിക്കാനും പാഠഭാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ നിങ്ങൾ ഓൺലൈനിലായിട്ട് ടി വിയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മനസ്സാന്നിധ്യത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. പ്രിയ കുട്ടികളെ, നമ്മൾ 7ാമത്തെ പാഠം വരെയാണ് പഠിച്ചതും നമ്മൾ കണ്ടതുമൊക്കെ അല്ലേ. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോകാം അല്ലേ, നമ്മൾക്കത് വേണമല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്ന ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ് 7ാമത്തെ പാഠഭാഗം, അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാമോ? പറഞ്ഞോളൂ, കേൾക്കാം. പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ അല്ലേ. വെരി ഗുഡ്, മിട്ടകരാണ് നിങ്ങൾ കേട്ടോ. പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ, നമ്മളതിൻ്റെ അകത്ത് ഒരു 4 പോയിൻ്റ് കണ്ടിരുന്നു. അതും കൂടി നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. എന്നിട്ട് നമ്മൾക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് പോകാം. ആർക്ക് പറയാം 4 പോയിൻ്റ്? എന്തായിരുന്നു ഈ പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ? 1ാമത്തെ പോയിൻ്റ്, പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വം അല്ലേ. വളരെ മിടുക്കരാണ് കേട്ടോ നിങ്ങൾ. ഓർക്കുന്നുണ്ടല്ലേ, നമ്മൾ കണ്ടതാണ്. പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വം നമ്മൾ കണ്ടുപോയപ്പോൾ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു വിശുദ്ധിയുണ്ട്. ആരാന്ന് പറയാമോ? ലിസ്യുവിലെ ചെറുപുഷ്പം. വളരെ നല്ല കാര്യം, നിങ്ങൾ മിടുക്കരാണ്, പഠിച്ചു അല്ലേ. വിശുദ്ധ കൊച്ചു ത്രേസ്യ, പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. 2ാമത്തെ പോയിന്റ് എന്തായിരുന്നു? പ്രഘോഷണം വഴിയായിട്ടുള്ള പ്രേക്ഷിതത്വം അല്ലേ. അതിൽ നമ്മൾ 2 പേരെ കണ്ടുമുട്ടി. ആരെയൊക്കെയെന്ന് പറയാമോ? വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, തേവറുപറമ്പിൽ കുഞ്ഞച്ഛൻ അല്ലേ. ഏലിയാസ് അച്ഛനെ കുറിച്ച് നമ്മൾ കണ്ടത് നവോത്ഥാന നായകനായിരുന്നു എന്നാണ്. കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ, ഭാരതത്തിലെ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം അല്ലേ. അപ്പോൾ 2ാമത്തെ പോയിന്റ് പ്രഘോഷണം വഴിയായിട്ടുള്ള പ്രേക്ഷിതത്വം. മിടുക്കരാണ് കേട്ടോ. 2 പോയിന്റ് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3ാമത് എന്തായിരുന്നു? സേവനത്തിൻ്റെ പ്രേക്ഷിതത്വം. ഈ സേവനത്തിൻ്റെ പ്രേക്ഷിതത്വം എന്ന പോയിന്റ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ആരെയാണ് അതിൽ കണ്ടത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരിക്കലും നമ്മൾക്ക് വിസ്മരിക്കാനാകാത്ത ഒരു കഥാപാത്രം അല്ലേ, വിശുദ്ധ മദർ തെരേസ. ഭാരതത്തിൻ്റെ തെരേസ ഓഫ് കൽക്കട്ട അല്ലേ. ഭാരതത്തിലെ വിശുദ്ധ മദർ തെരേസയെ നമ്മൾ കണ്ടു. 4ാമത്തെയും അവസാനത്തെയുമായ പോയിന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? സഹനത്തിൻ്റെ പ്രേക്ഷിതത്വം. ആ പാഠത്തിൽ മൊത്തം 4 പോയിന്റുകളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. സഹനത്തിൻ്റെ പ്രേക്ഷിതത്വത്തിൽ നമ്മൾ കണ്ട ഒരു വിശുദ്ധയുണ്ടല്ലോ, ഒരിക്കലും നമ്മൾ മറക്കാത്ത വിശുദ്ധ. ആരായിരുന്നു വിശുദ്ധ? വിശുദ്ധ അൽഫോൻസാമ്മ അല്ലേ. അപ്പോൾ 4 പോയിന്റുകൾ പഠിച്ചപ്പോൾ നമ്മൾ 4 വിശുദ്ധരെക്കുറിച്ച് കൂടി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. 7ാമത്തെ ക്ലാസ്സിൽ പ്രിയ കുട്ടികളെ, നമ്മൾ 8ാമത്തെ പാഠഭാഗത്തിലേക്ക്, അതിൻ്റെ 1ാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. 8ാമത്തെ പാഠത്തിൻ്റെ പേര് സഭയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എന്നാണ്. നിങ്ങൾക്കറിയാം, 1ാമത്തെ പാഠം മുതൽ നമ്മൾ പഠിച്ചു വരുന്നത് സഭയുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. സ്വഭാവത്താലെ പ്രേക്ഷിത സഭയെക്കുറിച്ചാണ്, സഭയിലെ വിശുദ്ധാത്മാക്കളെക്കുറിച്ചാണ്, സഭയുടെ ദൗത്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 8ാമത്തെ പാഠത്തിൽ എത്തി നിൽക്കുന്നത് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ 8ാമത്തെ പാഠത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ നല്ല മനോഭാവത്തെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്കൊരു ബൈബിൾ വചനം വായിച്ച് നമ്മൾക്ക് ഈ പാഠഭാഗത്തിലേക്ക് പോകാം. നമ്മളിതിവിടെ കാണാൻ വേണ്ടി പോകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25ാമത്തെ അധ്യായം 34 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. എന്താണ് ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ കുട്ടികളെ, മത്തായിയുടെ സുവിശേഷം 25ാമത്തെ അധ്യായം 34 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് ഈശോ നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത്. ഈ വചനങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സഭയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബന്ധമുണ്ട് അല്ലേ. എന്താ കാരണം? ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഈ വചനത്തെ പറയാം. എന്താ കാരണം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്,
എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, എന്താണ് നമ്മളുടെ പ്രവർത്തന മണ്ഡലം എന്ന് വളരെ വ്യക്തമായി ഈ വചനത്തിലൂടെ ഈശോ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ആഴമായിട്ട് ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിവിടെ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കുക നിങ്ങൾ. ലോകപ്രശസ്തമായ ഒരു ചിത്രമാണത്. ആ ചിത്രത്തിൻ്റെ പേര് ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്നാണ്. കഴുകനും കുട്ടിയും. ഈ ചിത്രം ഒരുപക്ഷെ നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകാം അല്ലേ? ലോകപ്രശസ്തമായ ഈ ചിത്രം പകർത്തിയത് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറാണ്. 1993 പുലിറ്റ്സർ പുരസ്കാരം നേടിയ ചിത്രമാണിത്. എന്താണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. തെക്കൻ സുഡാനിലാണ് ഈ കഥ നടക്കുന്നത്. അദ്ദേഹം ഒരു ആഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. അദ്ദേഹം ടൈംസ് മാഗസിന് വേണ്ടിയും ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ സേവന സംഘടനകൾക്ക് വേണ്ടിയും ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ഒരു എയ്ഡിൻ്റെ കൂടെ അദ്ദേഹം തെക്കൻ സുഡാനിലെത്തുകയുണ്ടായി. നിങ്ങൾക്കറിയാം, സുഡാനിൽ വംശീയ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഐക്യരാഷ്ട്രസഭയുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഭക്ഷണവും മരുന്നും ഒക്കെ വിതരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തെക്കൻ സുഡാനിലെത്തിയത്. ഹെലികോപ്റ്ററിൽ ഭക്ഷണവും മരുന്നും വിതരണം ചെയ്യുന്ന സംഘത്തോടൊപ്പം ഇദ്ദേഹവും വന്നു. ഹെലികോപ്റ്ററിൻ്റെ ചുറ്റും ആയിരക്കണക്കിന് അമ്മമാർ പട്ടിണിയും എല്ലും തോലുമായ കുഞ്ഞുങ്ങളുമായിട്ട് ഹെലികോപ്റ്ററിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ അദ്ദേഹം മാറി ഒരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടി എഴഞ്ഞ് നീങ്ങുന്ന ചിത്രമാണിത്. ആ കുട്ടിയുടെ ശരീരത്തിൽ എല്ലും തോലും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം അല്ലെ? എത്രയോ ദൈന്യത നിറഞ്ഞ ഒരു കാഴ്ചയാണത്. ആ കുട്ടി ഇങ്ങനെ എഴഞ്ഞു നീങ്ങുമ്പോൾ ആ കുട്ടിയുടെ പുറകിലായിട്ട് നിങ്ങൾക്കൊരു കഴുകനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഈ കുട്ടിയുടെ ജീവൻ നിൽക്കുന്ന സമയത്ത് ഇതിനെ ഭക്ഷിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ഒരു കഴുകൻ. വൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴുകനും അതുപോലെ തന്നെ ഹൈന, ഈ ജീവികളൊക്കെ സ്കാവഞ്ചേഴ്സാണ്. അവർ ശവങ്ങൾ മാത്രമേ തിന്നുകയുള്ളൂ. ജീവനുള്ള ജീവികളെ അവർ ഭക്ഷിച്ച് തിന്നാറില്ല. അപ്പോൾ ഈ കുട്ടി മരിക്കുന്നതും കാത്തു നിൽക്കുന്ന ഒരു കഴുകൻ, ഇതാണ് അദ്ദേഹം തൻ്റെ ചിത്രത്തിലെടുത്തത്. ലോകപ്രശസ്തമായ പുലിറ്റ്സർ പുരസ്കാരത്തിന് അദ്ദേഹത്തിന് കാരണമായ ചിത്രമാണത്. 1993 തന്നെ ടൈം മാഗസിൻ ഈ ചിത്രം പ്രസിദ്ധീകരിക്കുകയും അദ്ദേഹത്തെ തേടി ഈ പുരസ്കാരം വരികയും ഒക്കെ ചെയ്തു. പ്രിയ കുട്ടികളെ, അദ്ദേഹം ഈ പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങിയ ലോകപ്രശസ്തനായ സമയത്ത് ഒത്തിരിയേറെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തോട് പറഞ്ഞ ഇപ്രകാരമാണ് ഒരാൾ പറഞ്ഞത്. അദ്ദേഹത്തോട് പറഞ്ഞു, കെവിൻ, യു ആർ ഫെൻറ്റാസ്റ്റിക്, യുവർ വർക്ക് ആർ മാർവലസ്, യുവർ മാസ്റ്റർ പീസ് ഇസ് എക്സലൻറ്റ്, ബട്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. എനിക്ക് നിന്നോടൊരു ചോദ്യമുണ്ട്. നിൻ്റെ ചിത്രം അതിഗംഭീരമാണ്, ഒരു തർക്കവുമില്ല. എനിക്കുള്ള ചോദ്യം ഇതാണ്, വെർ ഈസ് ദാറ്റ് ചൈൽഡ്? ആ കുട്ടി എന്തെവിടെയാണ്? ഈ കെവിൻ എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫർ ഒരു നിമിഷം ആ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിന്നതായിട്ട് ലോകം പറയുകയാണ്. പ്രിയ കുട്ടികളെ, പിന്നീട് വിഷാദ രോഗത്തിലേക്കൊക്കെ മാറിയ ഈ കെവിൻ എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫർ, ഈ കെവിൻ കാർട്ടർ, ഈ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ ഒന്നും പറയുവാനില്ലാതെ, താൻ ഒന്നും ചെയ്തില്ല, കുട്ടിയെ രക്ഷിച്ചില്ല, ഫോട്ടോ എടുക്കുകയും 10 മിനിറ്റ് നേരം മരത്തിന് മറഞ്ഞു നിന്ന് ആ കഴുകനൊന്ന് ചിറക് വിരിക്കുകയാണെങ്കിൽ ആ ഫ്രെയിമുകൾ കൂടി ചിത്രത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഫോട്ടോഗ്രാഫർ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിന്നു. വെർ ഈസ് ദാറ്റ് ചൈൽഡ്? എവിടെയാണ് ആ കുട്ടിയെന്ന്? നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം. 1994 ഈ വിശ്വവിഖ്യാതനായ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്യുകയുണ്ടായെന്ന് നമ്മൾക്കറിയാം. രണ്ടാമത് നിങ്ങൾ കാണുന്ന ഒരു ചിത്രം കണ്ടോ? നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ചിത്രം കണ്ടോ? ഈ ചിത്രം ലോകപ്രശസ്തമായ ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിന് പശ്ചാത്തലമാകുന്നത് നൈജീരിയയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടോ? ആ സ്ത്രീയുടെ പേര് അഞ്ചാറിഗെ ലോവൻ എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് വനിതയാണ്. ആ കുട്ടി നമ്മളിപ്പോൾ കണ്ട കുട്ടിയെക്കാളും ദൈന്യത നിറഞ്ഞ ഒരു കുട്ടിയുടെ ചിത്രമല്ലേ നിങ്ങൾ കാണുന്നത്? അതിൻ്റെ തൊട്ടടുത്ത് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ? നൈജീരിയയുടെ ഒരു സാമൂഹിക പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം. അവിടെ 20% കുട്ടികളെ പിശാചുബാധയായ കുട്ടികൾ, പിശാചുബാധയേറ്റ കുട്ടികൾ എന്ന് പറഞ്ഞ് തെരുവിലേക്ക് മരിക്കാൻ വേണ്ടി തുറന്നുവിടുന്ന മാതാപിതാക്കളുള്ള രാജ്യമാണ് നൈജീരിയ. ഈ കുട്ടിയും അതുപോലെ തന്നെ വിച്ച് എന്നാണ് പറയുന്നത്. വിച്ച് ഫ്രം ദ ഹെൽ എന്നാണ് പറയുന്നത്. നരകത്തിൽ നിന്നുള്ള പിശാചുക്കൾ എന്നാണ് ഈ കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കൾ വിശേഷിപ്പിക്കുന്നത്. മരിക്കാൻ വേണ്ടി തുറന്നുവിട്ട ആ കുട്ടിയെ, എല്ലും തോലുമായ കുട്ടിയെ, ആ കുട്ടിയെ എടുത്ത് വളർത്തി സംരക്ഷിച്ച ഒരു സ്ത്രീ. ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ഇന്ന് കണ്ടില്ലേ? ആ കുട്ടിയുടെ പേരാണ് ഹോപ്പ് എന്ന് പറയുന്ന കുട്ടി. ആ ഹോപ്പ് ഇന്ന് ലോകപ്രശസ്തനാണ്, മിടുക്കനായവൻ. സ്കൂളിലൊക്കെ പോകുന്ന ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ 2 ചിത്രങ്ങൾ നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യവും അതുതന്നെയാണ്. ഈ 2 ചിത്രങ്ങളും നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്നാണ്. ഒന്ന്, കെവിൻ കാർട്ടർ, അദ്ദേഹം വളരെ പോപ്പുലറായി ആ ചിത്രത്തോടു കൂടി. രണ്ടാമത്, ഈ ലോവൻ എന്ന് പറയുന്ന ഈ സ്ത്രീ ആ കുട്ടിയെ എടുത്തു വളർത്തി. പ്രിയ കുട്ടികളെ, ഇതാണ് കരുണ എന്ന് പറയുന്നത്.
നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ട കാരുണ്യം ഇതാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഈ 2 കുട്ടികളും നഗ്നരാണല്ലേ, ഞാൻ നഗ്നരായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ആ പാഠമാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. ആ പാഠമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടതും എന്നാണ് നമ്മളോട് തിരുവചനം പറയുന്നതെങ്കിൽ, ഈ 2 ചിത്രത്തിൻ്റെയും 2 വ്യക്തികളുടെ മനോഭാവമാണ് നമ്മളിന്നിവിടെ കാണുന്നത്. കെവിൻ കാർട്ടറുടെയും ലോവൻ്റെയും മനോഭാവം. ഒരാൾ തിരസ്കരിച്ചു, മറ്റേയാൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾക്കെല്ലാവർക്കും ഈ ഒരു അവസ്ഥയുണ്ട് അല്ലേ പ്രിയ കുട്ടികളെ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾക്ക് സിമ്പതി എന്ന് പറയുന്നതുണ്ട്. ഒരുപക്ഷേ ആ കെവിൻ കാർട്ടറിനും സിമ്പതി ഉണ്ടായിരുന്നിരിക്കാം ആ കുട്ടിയുടെ ദൈന്യതയോർത്ത്. പക്ഷേ യു ഹാവ് ടു ബി എംപത്തറ്റിക് എന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾക്കുണ്ടാകണം. സിമ്പതി എല്ലാവർക്കും ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. എനിക്കും ദയയുണ്ട്, എനിക്കും സഹായിക്കണമെന്നുണ്ട്, അത് സിമ്പതിയാണ്. പക്ഷേ സഹായിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന സന്മനോഭാവത്തെയാണ് എംപതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യു ഹാവ് ടു ബി എംപത്തറ്റിക് മോർ ദാൻ സിമ്പതി. നമ്മൾ സിമ്പതി കാണിക്കുകയല്ല വേണ്ടത്, നമ്മൾ എംപത്തറ്റിക് ആകണം എന്നാണ് ഈ ചിത്രം, ഈ കഥ, ഈ ജീവിച്ചിരിക്കുന്ന സത്യം നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പെരുമാറുമോ? നിങ്ങൾ പെരുമാറുമെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക, ഞാനൊന്ന് കാണട്ടെ. ഇതേപോലെ നിങ്ങൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുവോ, അതോ സഹായിക്കുവോ? അതോ മാറി നിന്ന് നിങ്ങൾ ദുഃഖിക്കുവോ? അതോ നിങ്ങളുടെ ഒരു ഹോപ്പ് ഓഫ് ഹാൻഡ്, നിങ്ങളുടെ ഒരു കൈ സഹായം നിങ്ങൾ ചെയ്യുമോ? ചെയ്യുമെങ്കിൽ യു ക്യാൻ സേ ലൗഡ്ലി വി ആർ ദ സൺസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളാണെന്ന് നിങ്ങൾക്ക് ഉറച്ചു പറയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെങ്കിൽ. അപ്പോൾ നമ്മളോട് വ്യക്തമായിട്ട് തിരുവചനം പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മളോട് പറയുകയാണ്, ഇതെനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ഒരുപക്ഷേ ഈ ചെറിയവരിൽ ഒരുവന് നമ്മൾ ചെയ്തപ്പോൾ നമ്മളത് ഓർക്കുന്നുണ്ടാകില്ല. പക്ഷേ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതെനിക്ക് തന്നെയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളോട് പറയുകയാണ്. ഈ സുവിശേഷ ഭാഗം ജീവകാരുണ്യ പ്രവർത്തനം നടത്താനുള്ള ക്ഷണമല്ല. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് നമ്മളെ ക്ഷണിക്കുകയാണ്, ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ക്ഷണിക്കുകയാണെന്ന്. ഇത് ക്ഷണമൊന്നുമല്ല. പ്രത്യേകത എന്താണ്? ദരിദ്രരിലുള്ള ഈശോയുടെ സവിശേഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കണമെന്ന് അതിശക്തമായ ബോധനമാണ് ഈ സുവിശേഷ ഭാഗം നമ്മളോട് ചെയ്യുന്നത്. നമ്മളെ ക്ഷണിക്കുകയൊന്നുമല്ല. ആ ദരിദ്രരിൽ ഈശോയുടെ മുഖങ്ങൾ കാണുമ്പോൾ, ദൈന്യത അനുഭവിക്കുന്നവരിൽ ഈശോയുടെ മുഖങ്ങൾ കാണുമ്പോൾ, കഷ്ടപ്പെടുന്നവരിൽ ഈശോയുടെ മുഖങ്ങൾ കാണുമ്പോൾ, തെരുവിൽ അലഞ്ഞു നടക്കുന്നവരിൽ ഈശോയുടെ മുഖങ്ങൾ കാണുമ്പോൾ, അവരെ സഹായിക്കാനും ഈശോയുടെ മുഖം തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ സംരക്ഷിക്കാനുമുള്ള അതിശക്തമായ പ്രബോധനമാണ് ഈ സുവിശേഷ ഭാഗം നമ്മൾക്ക് നൽകുന്നത്. പ്രിയകുട്ടികളുടെ ഈ പാഠത്തിൽ നമ്മൾ മൊത്തത്തിൽ കാണുന്നത് നമ്മളുടെ വിശ്വാസത്തെയാണ്, പ്രവർത്തന നിരതമാകുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ് പൗലോസ്ലീഹ നമ്മളോട്, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനമെന്ന് പറയുന്നത്. വിശ്വാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാകണം. പ്രവർത്തന നിരതമാകാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് വേറൊരു വചനഭാഗത്ത് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾക്കെല്ലാം സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്, ആർദ്രതയുണ്ട്, കരുണയുണ്ട്. നിങ്ങൾക്കുമുണ്ടല്ലേ, എനിക്കുമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഭാവമാണത്. അതുപോലെ തന്നെ നമ്മൾക്ക് വാല്യൂസുമുണ്ട്. പക്ഷേ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസവും സ്നേഹവും അനുകമ്പയും ഒക്കെ നിർജീവമാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ കണ്ട ലോവൻ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആ കുട്ടിയോടുള്ള സ്നേഹം വെറും ഒരു കുപ്പി വെള്ളത്തിലോ ഒരു നേരത്തെ ഭക്ഷണത്തിലോ ഒതുങ്ങി നിന്നോ? തീർച്ചയായിട്ടുമില്ല. ആ കുട്ടിയുടെ അടിമടിയുള്ള മാറ്റത്തിനും വിദ്യാഭ്യാസത്തിനും അതിനെ വളർത്താനും സ്നേഹിക്കാനും കാണിച്ച കരുണയാണ് സ്നേഹത്തിലൂടെയുള്ള പ്രവർത്തനമെന്ന് പറയുന്നത്. എന്താണ് ജീവകാരുണ്യം എന്ന് പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾക്ക് പറയാമോ? എന്താ ഈ ജീവകാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീവികളോട്, സഹജീവികളോട് കാരുണ്യം കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും എന്താണത് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്കറിയാം, പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വരികയും അവർക്ക് നന്മ ചെയ്ത് കടന്നു പോവുകയും ചെയ്ത ഈശോയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും, ആ വാക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ വന്നത് എന്തിനാണ്? ഈശോ വന്നത് പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വന്ന ആളാണ് ഈശോ എന്ന് പറയുന്നത്.
അപ്പോൾ ഈശോയുടെ മുഖം അതാണ്. ആ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ ആധ്യാത്മികവും ഭൗതികവുമായി ഉയർത്തുവാനും സഭ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ ആത്മീയമായും ഭൗതികമായും ഉയർത്താൻ, ആത്മീയമായി ഉയർത്താൻ നമ്മൾക്കറിയാം. നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്നു, ഈശോയുടെ സ്നേഹം അവർക്ക് നൽകുന്നു, വചനത്തിലൂടെ അവരെ ശക്തിപ്പെടുത്തുന്നു. പക്ഷേ വിശക്കുന്ന വയറിന് വചനമല്ല വേണ്ടത്, ഒരു നേരത്തെ ആഹാരമാണ് ആദ്യം വേണ്ടത്. അത് തിരിച്ചറിഞ്ഞ ഒരു നവോത്ഥാന നായകനുണ്ടായിരുന്നു കേരളത്തിൽ. ആരായിരുന്നു അത്? ചവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ. ആദ്യമായി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടതാണ്. ഉച്ചക്കഞ്ഞി സ്കൂളുകളിൽ നടപ്പാക്കിയ വലിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സുവിശേഷം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഈശോ പറഞ്ഞ സുവിശേഷം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിൽ കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ യാഥാർത്ഥ്യമാവുകയാണ് മദർ തെരേസയിലൂടെ. അതാണ് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. അതാണ് ജീവകാരുണ്യ പ്രവർത്തനവും. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ട ഒത്തിരിയേറെ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നിങ്ങൾക്കറിയാമോ, മെക്സിക്കോയിൽ കൊറോണ ബാധിച്ച് മരണമടഞ്ഞത് 46 വൈദികരാണ്. ഇതിൻ്റെ കണക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണാം. മെക്സിക്കോയിൽ 46 വൈദികർ കൊറോണ രോഗം ബാധിച്ച് ഈ 3 മാസത്തിനുള്ളിൽ മരിച്ചപ്പോൾ 125 വൈദികരാണ് ഇറ്റലിയിൽ മരണമടഞ്ഞത്. ബ്രിട്ടനിൽ 50 വൈദികർ മരിച്ചു എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വൈദികർ മാത്രം മരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഈ വൈദികരൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നാനാജാതി മതത്തിൽപ്പെട്ടവർ, വിശ്വാസികൾ, അൽമായർ, വിശ്വാസമില്ലാത്തവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഈ വൈദികരിൽ ബഹുഭൂരിപക്ഷം 90% വൈദികരും മരിച്ചത് അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ കൊറോണ ബാധിച്ച് മരിച്ചവരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി ഇറ്റലിയിലൊക്കെ ഒരു നിയമമുണ്ട്. അന്ത്യകൂദാശ അവിടെ അവകാശമാണ്. ഒരു രോഗി മരിക്കാൻ നേരത്തെ അന്ത്യകൂദാശ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റിസ്ക് എടുത്തും വൈദികൻ അവിടെ പോയിരിക്കണം, അന്ത്യകൂദാശ കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇറ്റലിയിൽ മരിച്ച 125 വൈദികരും, മെക്സിക്കോയിൽ മരിച്ച 46 വൈദികരും, അതുപോലെ തന്നെ UK മരിച്ച 50ഓളം വൈദികരും തങ്ങളുടെ ശുശ്രൂഷയുടെ ഇടയിൽ ഈശോയുടെ മുഖം മറ്റുള്ളവരുടെ മുൻപിൽ ദർശിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ മരണമടഞ്ഞ വൈദികരാണ്. ഇതാണ് വിശ്വാസത്തെക്കാൾ ഉപരി പ്രവർത്തനം. വിശ്വാസവും പ്രവർത്തനവും കൂടി ചേരുമ്പോഴാണ് ജീവകാരുണ്യം സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. തൊട്ട് താഴെ നിങ്ങൾക്കൊരു വീഡിയോ കാണാം. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു വീഡിയോയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണാം. ഈ വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അതീവ ദുഃഖിതനായ വീഡിയോ നിങ്ങൾക്ക് കാണാം. പ്രിയകുട്ടികളെ, നമ്മൾ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്. 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ തന്നെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് പറയുകയാണ്. അപ്പോൾ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമാണ് സുപ്രധാനമെന്ന് നമ്മളോട് ഈ വചനം പങ്കുവെക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഫലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾക്കറിയാം. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സമഗ്രമായ സഭയുടെ വളർച്ച ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷ പ്രഘോഷണത്തിലൂടെയുമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ 2-ാം ഭാഗത്തിൽ കൂടുതൽ കാണാൻ വേണ്ടി പോകുന്നു. ഫാദർ ഡാമിയനും വിൻസെൻ്റ് പോളും മദർ തെരേസയും ഒക്കെ. അപ്പോൾ പ്രിയ കുട്ടികളെ, ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശവും അതാണ്. നമ്മൾക്കൊക്കെ അനുകമ്പയുണ്ട് മനസ്സിലല്ലേ, ആർദ്രതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള യുവാക്കളാകുമ്പോൾ നിങ്ങൾക്ക് എടുത്തുചാട്ടം കൂടുതലായിരിക്കും. എന്ത് കണ്ടാലും നിങ്ങൾ പ്രതികരിക്കും. സഹായിക്കാനൊക്കെയുള്ള വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്. അതിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും മിടുക്കരാണ് നിങ്ങൾ. സഹായിക്കണം. സഹായിക്കുമ്പോൾ ആ സഹായം അർഹിക്കുന്നവരിലും ഒക്കെ ആ സഹായം ആർക്കാണോ നിങ്ങൾ ചെയ്യുന്നത് അവരിലൊക്കെ ഈശോയുടെ മുഖം നിങ്ങൾ കാണുകയാണ്. നമ്മളോട് പറഞ്ഞതുപോലെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഈശോ പറയുന്നത് പോലെ അങ്ങനെ അവശത അനുഭവിക്കുന്നവരിലൊക്കെ നമ്മൾ ഈശോയുടെ മുഖം കാണുമ്പോഴാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മളും പങ്കാളികളാകുന്നത്. അതുവഴിയാണ് സഭ വളരുന്നത്. ഈശോ ആഗ്രഹിച്ചതും ഇച്ഛിച്ചതും ഒക്കെ അതുതന്നെയാണ്. ഇതാണ് ഈ പാഠത്തിൻ്റെ 1-ാം ഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ജീവകാരുണ്യ പ്രവർത്തന മാർഗങ്ങൾ അതായിരുന്നു ഈ പാഠത്തിൻ്റെ 1-ാം ഭാഗത്ത് നമ്മൾ കണ്ടത്. ഈ ഒരാഴ്ച മുഴുവൻ നമ്മൾക്ക് ധ്യാനിക്കാനും ഓർമ്മിക്കാനും ഒരു വചനം നമ്മൾക്ക് നൽകപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം
18-ാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്. ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ ചിന്തിക്കാനും ധ്യാനിക്കാനുമുള്ള വചനമാണ്. വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന് ഈ വചനഭാഗം നമ്മളോട് പറഞ്ഞു തരികയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, രോഗികളിലും വൃദ്ധരിലും അവശത അനുഭവിക്കുന്നവരിലും അംഗവൈകല്യമുള്ളവരിലുമെല്ലാം നിന്നെ ദർശിച്ച് സഹായിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ പാഠഭാഗം നമ്മൾ ഇതിൻ്റെ ഭാഗം കണ്ടപ്പോൾ ഒരു നല്ല തീരുമാനവും നമ്മൾക്ക് എടുക്കണ്ടേ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളിപ്പോൾ വളരെ ഊർജ്ജസ്വലമായി ചിന്തിക്കുന്ന സമയമാണല്ലോ ഇത്. എന്താണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന എന്ത് തീരുമാനമാണ് നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്നത്? ആഡംബര വസ്തുക്കൾ വേണ്ടെന്ന് വെച്ച് ആ പണം കൊണ്ട് പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കും. നമ്മൾ കണ്ടതല്ലേ കേരളത്തിൽ ഫ്ലഡും അതുപോലെയുള്ള അത്യാഹിതങ്ങളും നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ കുട്ടികൾ ടൂറ് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസയും സൈക്കിൾ വാങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസയും ഒക്കെ എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെയുള്ള സ്കൂളുകളിലേക്കും നമ്മളുടെ സഭയുടെ അധികാരികൾക്ക് കൊടുത്ത് നിങ്ങൾ കണ്ടതല്ലേ. അതുപോലെ കൈത്താങ്ങാകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. വിധവയുടെ കൊച്ചു കാശ് പോലെ എത്ര വലുത് എന്നുള്ളതല്ല, ആ ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മളും ഈ വലിയ സുവിശേഷ വേലയിൽ പങ്കുകാരാകുകയാണ്. നമ്മൾക്ക് ചില ബോധ്യങ്ങൾ കൂടി ഈ പാഠം നൽകുന്നുണ്ട്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം മാതൃക ഈശോയാണ്. ഒന്നാമത്തെ ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടത്. ആരാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം മാതൃക? ഈശോയാണ്, അല്ലേ? നമ്മളത് കണ്ടതാണ്. ഈശോയാണ് നമ്മൾക്കത് കാണിച്ചു തന്നത്. രണ്ടാമത്തെ ബോധ്യം എന്താണ് നമ്മൾക്കുണ്ടാകേണ്ടത്? സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകണം, പ്രവർത്തിക്കണം. പ്രവർത്തിക്കുമ്പോഴാണ്, പ്രവൃത്തിയും വിശ്വാസവും കൂടെ കൂടുമ്പോഴാണ് നമ്മളുടെ വിശ്വാസവുമൊക്കെ ഊർജ്ജസ്വലമാകുന്നത്. 2 എക്സസൈസും ഹോംവർക്കും നിങ്ങൾക്ക് നൽകുകയാണ്. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ടത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം വായിച്ച് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. വളരെ എളുപ്പമല്ലേ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം വായിച്ച് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബൈബിൾ വചനങ്ങൾ കണ്ടെത്തി എഴുതുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ജീവകാരുണ്യ പ്രവർത്തനം എന്നാൽ എന്താണ്? നമ്മൾ കണ്ടതാണല്ലേ, ഇപ്പോൾ നമ്മൾ കണ്ടതേ ഉള്ളൂ. എന്താണ് ജീവകാരുണ്യ പ്രവർത്തനമെന്ന്? അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസൊക്കെ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾ കണ്ടുമുട്ടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.